വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് ആണ്. അപ്പോൾ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അതായത് ജനുവരി 10-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് എന്താ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചിട്ടുള്ള തിരിച്ചറിയൽ ആയിരിക്കും നടത്തുന്നുണ്ടാവുക എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. അതിന് മുന്നേ നിങ്ങൾ പലരും എന്താ നമ്മുടെ ആർ വിജയന്റെ ഒരു ഷോർട്ട് നോട്ടീസ് എന്നുള്ള രീതിയിൽ ഒരു ഇമേജ് ഇങ്ങനെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതിൽ പലരും ടെൻഷൻ അടിച്ചിട്ടൊക്കെ ആണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമ്മൾ എന്താ എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതേപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ടാവും. അപ്പോൾ എനിവേ നമുക്ക് എന്താ കണ്ടന്റിലോട്ട് നമുക്ക് പോകാം. പി എസ് സിക്ക് ഇനി ആധാർ പരിശോധിക്കാം. അതായത് നിങ്ങൾക്ക് അറിയാം സർക്കാർ ജോലിയിൽ ആൾമാറാട്ടം ഉണ്ടായിരുന്നു അല്ലെ, കുറച്ച് മുന്നേ ഒരു കേസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് അത് അവസാനം ഒരാൾക്ക് തന്നെ കിട്ടി എന്നൊക്കെ പറഞ്ഞ ഒരു വിവാദമായിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ അങ്ങനെ ആ ഒരു സർക്കാർ ജോലിയിൽ ആൾമാർക്ക് തടയുന്നതായിട്ട് എന്താ ആധാർ അധിഷ്ഠിത പരിശോധനയ്ക്ക് പി എസ് സി കടക്കാൻ വേണ്ടി പോകുന്നു. അതിനെന്താ പി എസ് സിക്ക് എന്താ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് എന്താ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട്, ആ ഒരു അംഗീകാരം കൈമാറിക്കൊണ്ട്. അത് കൂടാണ്ട് നിങ്ങൾക്കറിയാം ആധാർ പരിശോധിക്കണമെങ്കിൽ യു ഐ ഡിയുടെ അനുമതി വേണമല്ലോ. അപ്പൊ യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അനുമതി എന്ത് കിട്ടിയിട്ടുണ്ട്, യു ഐ ഡിയുടെ അനുമതിയും കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇത് 2020-ലായിരുന്നു നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനിടയ്ക്ക് പല കാര്യങ്ങളൊക്കെ ഒരു ബ്ലോക്കേഴ്സ് ആയിട്ട് വന്നുകൊണ്ട് അത് ചെയ്തില്ല. ഇപ്പോഴെന്താ വീണ്ടും അത് നിങ്ങൾക്കറിയുന്നുണ്ടോ, കുറച്ച് കാലങ്ങളായിട്ട് പ്രൊഫൈലിന്റെ ആധാർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പോൾ നമ്മുടെ ഒരു വൺ ടൈം രജിസ്ട്രേഷനിൽ ഏകദേശം 64 ലക്ഷം പേരാണ് രജിസ്റ്റർ ചെയ്യല്ലേ. വൺ ടൈം രജിസ്ട്രേഷനിൽ 64 ലക്ഷം ആൾക്കാരാണ് രജിസ്റ്റർ ചെയ്തത്. അതിലെന്ത് 48 ലക്ഷം പേര് മാത്രമേ എന്തുള്ളൂ ആധാർ ബന്ധിപ്പിച്ചിട്ടുള്ളൂ, ആധാർ ആഡ് ആക്കി. നിങ്ങളെ ആധാർ ആഡ് ആക്കിയില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആധാർ ആഡ് ആക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ട്. കാരണം ഇനി തൊട്ടുള്ളതിലൊക്കെ ആധാർ അധിഷ്ഠിത എന്താ പറയണ്ടേ വെരിഫിക്കേഷൻ ആയിരിക്കും ഉണ്ടാവും. അതായത് ഒറ്റത്തവണ പരിശോധന, നിയമന പരിശോധന, ഓൺലൈൻ പരീക്ഷകൾ, അഭിമുഖം എന്നിവ നടത്തുന്ന ആധാറുമായി ബന്ധപ്പെടുത്തി ബയോമെട്രിക് തിരിച്ചറിയൽ പി എസ് സി നടത്തും. അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സെൻട്രൽ ഗവൺമെന്റ് എക്സാം അതേപോലെ ബാങ്കിങ്ങിന്റെ എക്സാമിനൊക്കെ എന്താ ഇപ്പം ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചുള്ള തിരിച്ചറിയൽ തന്നെയാണ് ഉള്ളത്, ഓൺലൈൻ പരീക്ഷ ആയതുകൊണ്ട് തന്നെ. പക്ഷെ നമ്മളുടെ എന്താ കേരള പി എസ് സിയുടെ ഓഫ്ലൈൻ പരീക്ഷ ആയതുകൊണ്ട് ഈ ഒരു എക്സാമിന്റെ സമയത്ത് എന്താ നമുക്ക് ബയോമെട്രിക് തിരിച്ചറിയൽ കുറച്ച് പ്രായോഗികമായിരിക്കില്ല, ഭാവിയിൽ നടത്തുന്നുണ്ടാവും. ഓക്കെ. അപ്പോ ഇനി തൊട്ട് എന്ത് ചെയ്യാം, വൺ ടൈം രജിസ്ട്രേഷന്റെ സമയത്തും പി എസ് സി ഒഫീഷ്യലായിട്ട് പറഞ്ഞാണ് അഭിമുഖം, അതായത് ഇന്റർവ്യൂവിന്റെ കേസിൽ, അതുപോലെ ഒറ്റത്തവണ പ്രമാണ പരിശോധനയുടെ കേസിൽ, അതുപോലെ കായികക്ഷമതാ പരീക്ഷ, പ്രായോഗിക പരീക്ഷ, ശാരീരിക അളവെടുപ്പ് എന്നീ ഘട്ടങ്ങളിൽ വിദ്യാർത്ഥികളുടെ ഐഡന്റിറ്റി പരിശോധിക്കുന്നതിന് 2024 ജനുവരി 10 മുതൽ ബയോമെട്രിക് സംവിധാനം ഏർപ്പെടുന്നു. പ്രൊഫൈലിൽ ആധാർ ലിങ്ക് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ സംവിധാനം പ്രയോജനപ്പെടുത്താൻ കഴിയുക. അല്ലാത്തവരുടെ ഐഡന്റിറ്റി പരിശോധന നിലവിലുള്ള രീതിയിൽ തുടരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആധാർ ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആധാർ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബയോമെട്രിക് സംവിധാനം വഴി അവിടെ ആ ഒരു ഫീച്ചർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് 48 ലക്ഷം പേര് മാത്രമേ ഇപ്പോഴും ഇത് ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ളൂ. 64 ലക്ഷം രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോ നമ്മളിപ്പം സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനൊക്കെ എക്സാം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ബയോമെട്രിക് സംവിധാനം വെച്ചിട്ടുള്ള വെരിഫിക്കേഷൻ നടത്തുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോഴും ഓഫ്ലൈൻ എക്സാം വേണ്ടി ഇപ്പം ആ ഒരു പരിശോധന ഉണ്ടാവില്ല. പകരം ഇന്റർവ്യൂവിന്റെ കേസിൽ എന്താ ഇതേപോലെ ബയോമെട്രിക് സംവിധാനം യൂസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ വൺ ടൈം രജിസ്ട്രേഷൻ സമയത്തൊക്കെ ഈ ഒരു സംവിധാനം ഉപയോഗിച്ചിട്ടായിരിക്കും വെരിഫിക്കേഷൻ ഒക്കെ നടത്തുന്നുണ്ടാവുക. ഓക്കെ. അപ്പോൾ അതിന് യു ഐ ഡി അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. കൂടുതൽ അപ്ഡേഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.